ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എനിക്കൊരു ഓണം ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരു വിൻറ്റേജ് ലുക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്, ഗോപി പൊട്ടൊക്കെ വെച്ചിട്ട്. അപ്പോൾ എങ്ങനെ വരുമെന്ന് അറിഞ്ഞുകൂടാ. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സ്കിൻ കെയർ, ആദ്യം തന്നെ ഒരു മിസ്റ്റാണ്, ഒരു സ്പ്രേ സെറം മിസ്റ്റാണ്, ഹൈഡ്രേറ്റ് റേഡിയൻറ്റ് സ്കിൻ. അടിപൊളിയാണ്. പല മൾട്ടി പർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. റീകോഡിൻ്റെതാണ്, ഒരു സ്പ്രേ സിറമാണ്. ജസ്റ്റ് ഞാൻ അതാണ് ആദ്യം സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ലാക്മിയുടെ ഒരു പീച്ച് മിൽക്ക് മോയ്സ്ചറൈസർ ആണ്. ഓക്കെ, അത് അപ്ലൈ ചെയ്തു. അടുത്തതൊരു പ്രൈമർ ആണ്. അപ്പം ഒരുപാട് നേരം നമുക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നത് റെനെ എവറിഡേ മാറ്റിഫൈങ് പ്രൈമർ ആണ്. ഓക്കെ, ഇപ്പം പ്രൈമർ അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് കളർ കറക്ഷൻ ആണ്. കളർ കറക്ഷന് ഞാൻ യൂസ് ചെയ്യുന്നത് എൻ്റെ സ്കിന്നിൽ നിന്ന് അണ്ടർടോൺ ആയിട്ടുള്ള രണ്ട് കൺസീലേഴ്സ് ആണ്. വൺ വന്നിട്ട് 006 ഗോൾഡൻ റഷ് ഫ്രം ഫേസസ് കാനഡ ആൻഡ് അതർ വന്നിട്ട് ലോറിയൽ ഇൻഫാലിബിൾ ഫുൾ വെയർ കൺസീലർ. ഇത് വന്നിട്ട് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് മീഡിയം ബീജ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഞാൻ എൻ്റെ കളർ കറക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഡാർക്ക് സർക്കിൾസ്, ഹൈപ്പർ പിഗ്മെന്റേഷൻസ് ഒന്നും ഇല്ലാത്ത സ്കിൻ ആണെങ്കിൽ പ്ലീസ് യു ക്യാൻ സ്കിപ്പ് ദിസ്. ഓക്കെ, ഉള്ളവരാണെങ്കിൽ പ്ലീസ് കളർ കറക്ഷൻ ഇല്ലാതെ നമ്മൾ ബാക്കി മേക്കപ്പിലോട്ട് പോകുമ്പോൾ അതിൻ്റെതായ ഡ്രോബാക്സ് വരും മേക്കപ്പിൽ. അപ്പോൾ അങ്ങനെ ആ പാർട്ട് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. അതിന് പകരം ഞാൻ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഒരു സ്കിൻ ടിൻ്റ് ആണ്, ലോറിയൽ പാരീസിന് ഇൻഫാലിബിൾ 24 hour ടിൻറ്റഡ് സൺസ്ക്രീൻ. 4 to 5 മീഡിയം ആണ് എൻ്റെ ഷെയ്ഡ്. ഇത് അടിപൊളിയാണ്. ഇപ്പം നമുക്ക് കുറച്ച് നേരം ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ ദിസ് വിൽ വർക്ക്സ് പെർഫെക്റ്റ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. ഈസി ടു ബ്ലെൻഡ് ആണ്, ഒരു സെറം ഫോമുലയാണ്. ഓക്കെ, ജസ്റ്റ് ബ്ലെൻഡ് ചെയ്യാം നമുക്ക്. കണ്ടോ, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത്. അടുത്ത ഐബ്രോസിൽ വരുമ്പോഴത്തേക്ക് ഞാൻ മാർസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ സ്ട്രോക്ക് വരച്ച് ഓക്കെ. ഇപ്പം ഐബ്രോസ് നമ്മൾ ഡൺ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളൊരു മാർസിൻ്റെ ക്യാൻസൽ കൺസീലർ ആണ് ഞാൻ എൻ്റെ ഹൈലൈറ്റിംഗ് കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് ക്ലോസ് ടു മൈസ്. കുറച്ചും കൂടെ ഒരു നമ്മുടെ ഹൈലൈറ്റിംഗ് കൺസീലർ എടുക്കുമ്പോൾ നമ്മുടെ സ്കിൻ ഷെയ്ഡിനെയും കാട്ടി കുറച്ചും കൂടെ ഒരു ലൈറ്റർ വേർഷൻ എടുക്കണം. ഓക്കെ, ഓക്കെ, ഇനി ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. ഇതൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തു. ഇനി ഒരു സെറ്റിംഗ് പൗഡറാണ് എടുക്കുന്നത്. ഓക്കെ, ലാക്മിയുടെ ഒരു സെറ്റിംഗ് പൗഡറാണ്. ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ മാർബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഐ മേക്കപ്പിന് ഞാനൊരു ഹുഡ ഗേളിൻ്റെ ഒരു പാലറ്റാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അതിൽ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ് എന്ന് പറയാം, ലവ് ബൈറ്റ്. അത് നമുക്ക് ബേസ് ആക്കി കൊടുക്കാം. ഇപ്പോഴും താഴെയും കൂടെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക.
അപ്പോൾ എന്നിട്ടൊരു ലൈറ്റർ കളർ, ഈ നമ്മൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റർ കളറുണ്ട്, അത് നമ്മളുടെ ഇന്നർ കോർണറിൽ കൊടുക്കുക. കണ്ടോ? ഓക്കെ, അപ്പം നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞു. ഞാൻ ഒരു ജെൽ ഐലൈനറും നമ്മളുടെ ഈ ഇങ്ങനത്തെ ഒരു ഐലൈനർ പെന്നും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വിങ്ഡ് ഐലൈനറൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് വെച്ചിട്ട് നല്ല രീതിയിലൊരു വിങ്ഡ് ഐലൈനർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ താഴെ എഴുതി ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തു. അപ്പം നമുക്ക് നല്ലൊരു ഐ ലുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ബ്ലഷ് പാർട്ടാണ് നോക്കാം. ഓക്കെ, ഇപ്പോൾ ബ്ലഷ് പാർട്ടിന് ഞാനൊരു ബ്ലഷ് എടുത്തിട്ടുണ്ട്. ഈ ബ്ലഷ് വന്നിട്ട് നമ്മുടെ ഇൻസൈറ്റിൻ്റെ തന്നെ 06 കാരമൽ എക്ലെയർ എന്ന് പറഞ്ഞൊരു ബ്ലഷാണ്. അതിന് കൂടെ ഒരു സ്ട്രോബ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ്ട്രാ ഹൈലൈറ്റർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെ അടുത്തൊരു മസ്കാരയാണ് ഞാൻ ഇടുന്നത്. മാർസിന്റെ ഡബിൾ ട്രബിൾ എന്ന് പറഞ്ഞിട്ടൊരു മസ്കാരയാണ് ഇടുന്നത്. ഓക്കെ, ഡാർക്ക് റെഡ് ആണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ബ്രൗൺ ലിപ് ലൈനർ വെച്ചിട്ട് ആദ്യം ലിപ്പ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് ഒരു ഡാർക്ക് ഒരു ലിപ്സ്റ്റിക് ആണ്. 05 പ്രിമോസ് എന്ന് പറഞ്ഞിട്ട് പാറുൽ ഗാർഗിന്റെ ലിപ്പ് റേഞ്ചിൽ വരുന്നതാണ്. നല്ല റെഡാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ ഇടുന്നത് മേക്കപ്പ് ഫിക്സർ ആണ്. നമ്മുടെ മേക്കപ്പ് ഒക്കെ ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ മേക്കപ്പ് ഫിക്സർ ആണ് ഇടുന്നത്. ഓക്കെ, പാക്കിന്റെ ഒരു മേക്കപ്പ് ഫിക്സർ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഒരു മെസ്സി ബ്രൈഡൊക്കെ ചെയ്തിട്ട് ജസ്റ്റ് പൂ വെച്ചു, പിന്നെ ചെറിയൊരു ജിമിക്ക് ഒരു നെക്ലസ് ഇട്ടു, ബാംഗിൾസ് ഇട്ടു, ഗൂബി പൊട്ടൊക്കെ വെച്ചു, കണ്ണൊക്കെ കുറച്ച് നീട്ടി എഴുതി. അപ്പോൾ ഒരു ചെറിയൊരു വിൻറ്റേജ് ലുക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ലുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടാറ്റാ, ബൈ ബൈ, സീ യു.